ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് സ്കൂൾ ഷോപ്പിംഗ് പാർട്ട് 3 ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് മെയിനായി നമ്മൾ വാങ്ങാൻ പോകുന്നത് ബുക്സും പിന്നെ ബോക്സൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെ വാങ്ങാമെന്നൊന്നും ഞങ്ങൾക്ക് ഒരു പിടിയുമില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ആലോചിക്കുക, വാങ്ങാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിത് കാർ പാർക്കിംഗ് ചെയ്തിട്ട് ആ കടയ്ക്ക് പോവുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ എനിക്കും കുഞ്ഞാനിക്കും ബോക്സും വാങ്ങിയിട്ടില്ല, ബുക്ക് അവനിക്ക് വാങ്ങിച്ചു. അവനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടി, എനിക്ക് പുതിയ സ്കൂളായതുകൊണ്ട് അവിടെ നിന്ന് ബുക്ക് കിട്ടിയില്ല, ടെക്സ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ലോങ് സൈസ് നോട്ട് തന്നെ ഇവിടെ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ അത്രയിലൊന്നും എനിക്ക് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറിയ മീഡിയം സൈസ് തന്നെയാണ് വേണ്ടത് എന്ന് വിചാരിച്ചത്, പക്ഷെ അതൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ കടയിൽ പോയി വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ബുക്ക് വാങ്ങിച്ചില്ല, പിന്നെ ഒക്കെ വരില്ലാത്തതാണ്, പിന്നെ അത് ആവശ്യമായി. അപ്പോൾ 2 മാത്സ് നോട്ട് വാങ്ങണം വിചാരിച്ചു. പിന്നെ 2 നോട്ട് മാത്രമായിട്ട് വാങ്ങണ്ടല്ലോ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒന്നും നോക്കിയില്ല, കുറേ നോക്കി. പക്ഷെ ഒക്കെ വലിയ നോട്ടും പിന്നെ നല്ല റേറ്റാണ്. ഒരു സാധാ ബുക്കിന് തന്നെ 100 രൂപ, 70 രൂപ, 80 രൂപയൊക്കെ വരുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പം പിന്നെ വന്നിട്ട് കുഞ്ഞാനിക്ക് ബോട്ടിലും ബോക്സും നോക്കുകയാണ്. ഞാൻ പൗച്ച് വാങ്ങാൻ പറഞ്ഞിട്ടാണ് ഐഡിയ. എന്താ വെച്ചാൽ എല്ലാ വർഷവും ബോക്സാണ്, ഇന്നൊരു ചേഞ്ച് ആവാന്നൊക്കെ വിചാരിച്ചിട്ട് കുഞ്ഞൻ ആദ്യം എടുത്തു ഈ ബോക്സിന് അവസാനം വാങ്ങിച്ചു. പക്ഷേ ഇവിടെ ഇങ്ങനത്തെ അവന് ഗാന്തോൾ ഇങ്ങനത്തെ 2 സൈഡും തുറക്കുന്ന ബോക്സിന് വേണമെന്ന് വിചാരിച്ചുകൊണ്ടേ നടന്നു. പക്ഷെ അതിൽ ഒരു നന്നായിട്ടേ ഇല്ല ഫ്രണ്ട്സ്. പിന്നെ ഇവിടെ ഒക്കെ സാധാ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് പോലത്തെ ആയിരുന്നു, പിന്നെ ഏതും ചന്തം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒക്കെ കാറ് അങ്ങനത്തെയൊക്കെ തന്നെ. പക്ഷെ ഇവനക്ക് അതൊന്നും പറ്റില്ല. എന്താ വെച്ചാൽ കഴിഞ്ഞ പക്ഷേ ഇതേപോലെ വാങ്ങിച്ച് 1 മാസമേ കൊണ്ടുപോയാൽ അപ്പോഴേക്കും ഒക്കത്തിനെ വേറെ ആക്കിയിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഗാന്ധത്തിന് തന്നെ അവന് വേണം പറഞ്ഞിട്ട് കാൽക്കുലേറ്റർ ഉള്ള വേണം പറഞ്ഞിട്ട് വാശി പിടിച്ച് അതെന്നെ വാങ്ങിച്ചു ഫ്രണ്ട്സ്. അപ്പം അങ്ങനെ 3D ആയിട്ട് കാൽക്കുലേറ്റർ ഉള്ളത് തന്നെ ഞാൻ വാങ്ങിച്ചു. അപ്പം എനിക്ക് പൗച്ച് നോക്കി കുറേ, എന്നിട്ട് ഞാൻ അവസാനം യൂണിക്കോണിൻ്റെ 2 പൗച്ച് വാങ്ങിച്ചു. ഞാൻ വില കമ്മിയായിട്ടാണ് വാങ്ങിച്ചത്. എന്താ വെച്ചാൽ സ്കൂള് ഫസ്റ്റായിട്ട് നമുക്ക് പോകുമ്പോൾ പുതിയത് വേണം പറഞ്ഞിട്ട് പിന്നെ അമ്മ വേറെ വാങ്ങിത്തരാൻ പറഞ്ഞു. അപ്പോൾ കുഞ്ഞാനെ വന്നിട്ട് അവൻ്റെ ബോക്സിന് 200 രൂപയായി ഫ്രണ്ട്സ്. അപ്പോൾ അവിടെ പിന്നെ വേറെ ബോക്സൊന്നും കണ്ടില്ല. പിന്നെ എനിക്ക് സ്നാക്സ് ബോക്സ് നോക്കി, അവനിക്ക് ക്യാപ്റ്റൻ അമേരിക്കൻ്റെ എന്തോ വേണം പറഞ്ഞു സ്നാക്സ് ബോക്സ്. അങ്ങനെ അവനിക്ക് അതൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പൗച്ച് നോക്കുകയാണ്. ഇങ്ങനത്തെ പൗച്ചൊന്നും ഞാൻ ഉദ്ദേശിച്ചതല്ല, ഞാൻ ഉദ്ദേശിച്ചതൊക്കെ വേറെയാണ്. ആ പൗച്ച് ഇവിടെ കഴിഞ്ഞു പറഞ്ഞു. ലുലു മാളിലാണെങ്കിൽ 500 രൂപേൻ്റെ താഴെ ഏത് പൗച്ചും അങ്ങനത്തെ ഇല്ല പറഞ്ഞു. അവസാനം ഇങ്ങനത്തെ സാധാ പൗച്ച് തന്നെ 2 എണ്ണം വാങ്ങിച്ചു. അത് 30 രൂപീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉമ്മ പിന്നെ വാങ്ങിത്തരാൻ പറഞ്ഞപ്പോൾ എനിക്കത് മതിയെന്ന് തോന്നി. അപ്പോൾ ഇങ്ങനത്തെ പൗച്ചൊക്കെ ക്വാളിറ്റി ഇല്ല, പിന്നെ പല സ്റ്റോക്കുകൾ അവർ കൊണ്ടിട്ടിരിക്കുകയാണ്, അവർക്ക് വേറെ ഇല്ലല്ലോ. പിന്നെ ഇത് വന്നിട്ടില്ല, കഴിഞ്ഞു പറഞ്ഞു. പിന്നെ സ്കൂളവർക്ക് ഇനിയൊരു വീക്കും കൂടിയല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഓരോ സൺഡേ ആണ് ലീവ് ഉള്ളത്. അപ്പോൾ വാങ്ങാൻ വേണ്ടിയിട്ട് അവസാനം സ്കൂളും തുറന്നു ഫ്രണ്ട്സ്. അപ്പോൾ എന്താ പറയുക, അടുത്ത സൺഡേയോട് സ്കൂളും തുറന്നു ഫ്രണ്ട്സ്. ഇനി ഒരാഴ്ചയേ ഉള്ളൂ പറഞ്ഞിട്ടുള്ള സങ്കടവും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പൗച്ചൊന്നും എനിക്ക് പറ്റില്ല, അങ്ങനത്തെ വാങ്ങിച്ചില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനത് സാധാ പൗച്ച് തന്നെ നോക്കി. ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഓരോ മോഡൽ. കുഞ്ഞാൻ അടി വന്നിട്ട് അവന് വാങ്ങിച്ചു. എന്നിട്ട് ഇങ്ങനത്തെ പെൻസിലിൻ്റെ ഒക്കെ വാങ്ങുക പറയാണ് ഫ്രണ്ട്സ് എൻ്റെ കയ്യിൽ. അവസാനം ബോക്സ് ബില്ലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അവൻ പറയാണ് എനിക്ക് ഇങ്ങനത്തെ വാങ്ങായിരുന്നു എന്ന്. അവൻ ഇങ്ങനത്തെ തന്നെ കുറേ വേണം പറഞ്ഞു. പിന്നെ ഇങ്ങനത്തെ വാങ്ങിച്ചിട്ട് ഒക്കെ നശിപ്പിക്കും. പിന്നെ ഈ BTSൻ്റെ കണ്ടു, അത് വേഗം ചളിയാവണ ബ്ലൂ കളറായിരുന്നു ലൈറ്റ്. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ എൻ്റെ കയ്യിൽ BTSൻ്റെ ഒന്നും ഉണ്ടായിരുന്നു. പിന്നെ യൂണിക്കോണിൻ്റെ 2 എണ്ണവും ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ലൈറ്റ് കളർ ഒന്നെടുത്തു, ഡാർക്ക് കളർ ഒന്നെടുത്തു. അവസാനം എനിക്കൊരു ബോക്സും കൂടി പിന്നെ കിട്ടി ഫ്രണ്ട്സ്. അത് ഞങ്ങൾ കണ്ടോ ഫ്രണ്ട്സ് ലാസ്റ്റ് വീഡിയോൻ്റെ. അപ്പോൾ അങ്ങനെ ഞാൻ 2 യൂണിക്കോണിൻ്റെ പൗച്ച് എടുത്തു. പിന്നെ കുഞ്ഞാനിക്കൊരു ബോട്ടിൽ വാങ്ങിച്ചു. അവന് വാങ്ങിച്ച ബോട്ടിൽ ഫ്ലാസ്ക് ആണ് ഫ്രണ്ട്സ്, ഫ്ലാസ്ക് പോലത്തെ. അവൻ എന്തായാലും നശിപ്പിക്കും പറഞ്ഞിട്ട് അവനക്ക് 1 ബോട്ടിലും കൂടെ എക്സ്ട്രാ വാങ്ങിച്ചു. അപ്പോൾ കുഞ്ഞാനിക്ക് എന്തായാലും വാങ്ങിച്ചു. പിന്നെ ഇത് ഓഫർ ഉള്ളതായതുകൊണ്ട് നമ്മൾ 1 ബോട്ടിലേ വാങ്ങിച്ചുള്ളൂ. പിന്നെ ഞാൻ ഉച്ചവരെയല്ലേ ഉള്ളൂ ഫ്രണ്ട്സ്, പിന്നെ വെളിയിലൊന്നും എടുക്കാറില്ല അങ്ങനെ. അപ്പോൾ എനിക്ക് അതിന് മതി പറഞ്ഞു. പിന്നെ വന്നിട്ട് ഞങ്ങളുടെ പഴയ ബോട്ടിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ മാറി കൊണ്ടുപോവുക. അപ്പോൾ കുഞ്ഞാനിക്ക് അവിടെ ചെറിയ LKG കുട്ടികളെ കണ്ടിട്ട് അത് വേണം പറഞ്ഞു. അതൊക്കെ വീട്ടിൽ വാങ്ങിച്ച് വെച്ചിട്ട് LKG UKG പോകുമ്പോൾ വാങ്ങിച്ചത് ഇപ്പോഴും ഉണ്ട് ലീക്കായിട്ട്. അപ്പോൾ അത് പിന്നെ കൊണ്ടുപോയിട്ട് അവന് സമാധാനിപ്പിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് മോഡലായിട്ട് വെറൈറ്റി റബ്ബർ എടുത്തു. അത് ഓഫറായിട്ട് 10 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് വെച്ചു. അപ്പോൾ പിന്നെ വന്നിട്ട് ടവലാണ്. എനിക്ക് മുഖം തുടക്കിയ നല്ല കോട്ടൻ്റെ ടവൽ വേണം പറഞ്ഞിട്ട് തരികയായിരുന്നു. പിന്നെ ഷിമ്മി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. പിന്നെ കുഞ്ഞാനിക്ക് ചെരുപ്പ് വാങ്ങാൻ പോയിട്ട് ഏത് ചെരുപ്പും പറ്റില്ല. പിന്നെ ഞാനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ക്രോക്സ് വാങ്ങണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇവിടെ ക്രോക്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം എൻ്റെ മൈൻഡിൽ ക്രോക്സ് എന്നായിരുന്നു വിചാരം. പക്ഷേ ഇവിടെ കണ്ടു മോഡൽ. പിന്നെ ഇവിടുത്തെ എനിക്ക് ഇഷ്ടമായില്ല ഫ്രണ്ട്സ്, ഏത് മോഡലും. കുഞ്ഞാനിക്ക് ഇവിടുത്തെ ചെരുപ്പൊക്കെ ലൂസായിരുന്നു, ഒന്നുപോലും ചെറുതെന്നും പറയാനില്ല, ഒക്കെ ലൂസായിരുന്നു.
ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ ഒരു മോഡൽ ഫ്ലവേഴ്സുള്ള ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ നോക്കി, എനിക്കൊന്നും അത് ഇഷ്ടമായില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒന്നും ഞാൻ ഇടാറുമില്ല ഫ്രണ്ട്സ്. പിന്നെ ഇങ്ങനെ ഓരോ ഷൂ ഒക്കെ നോക്കി, ജസ്റ്റ് വെറുതെ നോക്കി. ഇങ്ങനത്തെ ഒരു ഷൂ ഞാൻ പുതിയത് ഒരു ഫംഗ്ഷൻ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു, കസിൻ്റെ കല്യാണത്തിന്. അത് ആ ദിവസം തന്നെ നായ കടിച്ചിട്ട് പോയി ഫ്രണ്ട്സ്. അതിനുശേഷം ഞാൻ ഇങ്ങനത്തെ ഷൂ വാങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ അത് നായ കടിച്ചിട്ട് പോയിട്ട് 1 വർഷമൊന്നും ആയിട്ടില്ല. എന്നാലും പറയാം, അതിൻ്റെ അടിയിലൊക്കെ ചെരുപ്പ് വാങ്ങുമ്പോൾ അങ്ങനത്തെ വാങ്ങിയിട്ടില്ല. ഇപ്പം ഞാൻ സിമ്പിൾ ടൈപ്പ് വാങ്ങുന്നത്. പിന്നെ മഴക്കാലം ആയതുകൊണ്ട് നമ്മൾക്ക് അത്ര ഇതൊന്നും വാങ്ങണില്ല, വെള്ളം നിൽക്കാത്ത പോലെ. പിന്നെ എൻ്റെ കാലം അല്ലെങ്കിൽ വീണ്ടിട്ടുള്ള ഫ്രണ്ട്, അപ്പോൾ അത് മരുന്ന് തേച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങനത്തെ ഒന്നും വേണ്ടാവട്ടെ. കുഞ്ഞാനിക്ക് എല്ലാം ഇട്ട് നോക്കി, ഒന്നും കറക്റ്റാവുള്ള. പിന്നെ അടുത്ത് നമ്മൾ വേറെ കടയിലാണ് ഫ്രണ്ട്സ് ഇത്. അപ്പോൾ ഈ ഒരു ഷൂ വേഗം എനിക്ക് കൊണ്ടു ഫ്രണ്ട്സ്, നല്ല കറക്റ്റ് അളവായിരുന്നു. പിന്നെ സോക്സ് ഇടുമ്പോൾ ശരിയാവാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്റ്റുഡിയോയിൽ പോയി ചെരുപ്പ് വാങ്ങാൻ വേണ്ട പ്ലാൻ ആ വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു ഫ്രണ്ട്സ്. അപ്പോൾ ബൈ.